പല പ്രവാസികളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പലരും പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം 10-20 വർഷമായി 10-30 വർഷമായി 1-2 കൊല്ലത്തിനുള്ളിൽ നാട്ടിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റൊന്നും പ്രാക്ടിക്കലി നടക്കില്ല, നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെറിയ ഒരു ഇടപാട് ചെയ്ത് ജീവിക്കണമെന്നാണ്. അങ്ങനെ പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് വളരെ കൃത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഉണർത്താനുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പല ആളുകളും ഇവിടെ ചെയ്യുന്ന ഒരു ജോലി ഉണ്ടാവും. ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ചെറിയൊരു ഓഫീസിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും, അതല്ലെങ്കിൽ ഇവിടെ ഒരു ടെക്നിക്കൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും, അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യുന്ന വ്യക്തിയാവാം. ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലുകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ ഗൾഫിൽ. പക്ഷേ പല ആളുകളും നാട്ടിലേക്ക് പോയിട്ട് ഈ കഴിഞ്ഞ 20 വർഷം 30 വർഷം ചെയ്ത ജോലി അല്ല നാട്ടിൽ പോയിട്ടൊരു ബിസിനസ്സായിട്ടോ അതല്ലെങ്കിൽ ഒരു ജോലിയായിട്ടോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അധികം പ്രവാസികൾക്ക് നേരിടുന്ന ഈ പ്രവാസ ലോകത്ത് നിർത്തി നാട്ടിൽ സെറ്റിലാവാൻ പോകുന്ന പല പ്രവാസികളും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ 15-20 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ജോലി ഉണ്ടല്ലോ, നമുക്ക് അനുഭവ സമ്പത്തുള്ള ഒരു ജോലി, നമുക്കതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാവുന്ന ഒരു ജോലി. അപ്പോൾ കഴിയുന്നതും നമ്മൾ എന്ത് ജോലിയാണ് ഈ 15-20 വർഷം ചെയ്തത്, അതേ ജോലിയുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഒരു ജോലിയോ അതേ ജോലിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സോ നിങ്ങൾ നാളെ നാട്ടിൽ സെറ്റിലായപ്പോൾ ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാവും. പൊതുവെ സംഭവിക്കുന്നത് പല പ്രവാസികളും ഇവിടെ ചെയ്തിരുന്നത് ഒരു ജോലിയാണ്, നാട്ടിൽ പോയിട്ട് തുടങ്ങുന്ന ജോലിയോ അതിൽ ചെയ്യുന്ന ബിസിനസ്സോ ഒരു മുൻപരിചയവുമില്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് കിടക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ആൾ 1-2 കൊല്ലം നിന്ന് കുറച്ച് റോളിങ് പിന്നെ ടൈറ്റ് ആവുന്ന ബിസിനസ്, പിന്നെ അത് കഴിയുമ്പോൾ അത് റോളിങ്ങിലേക്ക് പോകുന്നു, കടങ്ങളിലേക്ക് പോകുന്നു, വീണ്ടും തിരിച്ച് പ്രവാസ ലോകത്തേക്ക് തിരിച്ചു വരുന്നു. ഇനി അതല്ല, നിങ്ങളൊരു മിനിമം ഒരു 5 കൊല്ലമെങ്കിലും ഇവിടെ ഉണ്ട് എങ്കിൽ, വേണ്ട 3 കൊല്ലമെങ്കിലും നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ആ ഉള്ള നാൾക്കെങ്കിലും കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് മിച്ചം വെച്ച് അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ, ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിലൂടെ ഒരു വരുമാനം, ഒരു കുറച്ച് ആസ്തി, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.